വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷകളിൽ ആവർത്തിച്ച PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും SCERT പാഠഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCERT ഫാക്റ്റുകളൊക്കെ നമ്മൾ ക്ലാസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. 5ാമത്തെ ചാപ്റ്ററാണ്. ആദ്യത്തെ 4 ചാപ്റ്റർ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ്. 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് വരയ്ക്കാം വായിക്കാം. ഭൂപടവുമായി ബന്ധപ്പെട്ട അക്ഷാംശ രേഖാംശ രേഖകളൊക്കെയാണോ ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ഒരു സ്ഥലത്തെ ദിശ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? ഒരു സ്ഥലത്ത് എത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തെ വടക്ക് കിഴക്ക് തെക്കൊക്കെ നമുക്കറിയണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് എന്ത് വെച്ചിട്ടായിരിക്കണം നമ്മൾ ആ ഒരു ദിശ കണ്ടെത്തുന്നതെന്നാണ് ഫസ്റ്റ് പറയുന്നത്. എന്നാണ് പറയുന്നത്, സൂര്യൻ ഉദിക്കുന്ന ദിശ എവിടെയാണോ അതിനെയാണ് നമ്മൾ കിഴക്കായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ കിഴക്ക് എന്ന് പറയുന്നത് എന്താണ്? സൂര്യൻ ഉദിക്കുന്ന ദിശയെയാണ് നമ്മൾ കിഴക്കായിട്ട് കണക്കാക്കുന്നത്. സൂര്യൻ ഉദിക്കുന്ന ദിശയാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി എത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമല്ലേ ഏത് ദിശയാണുള്ളത്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്ന ഭാഗം നമ്മൾ എന്താക്കിയാണ് കിഴക്ക് ഭാഗമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ്. അജി പറയുന്ന ഒരു കുട്ടിയുടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണ്. അജി ഏത് ദിശയിലേക്കാണ് അജി നിൽക്കുന്നത്? ഏത് ഭാഗത്തേക്കായിട്ടാണ് അജി നിൽക്കുന്നത്? കിഴക്ക് ഭാഗത്തേക്കാണ് അല്ലേ. സൂര്യൻ ഉദിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് കിഴക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? കിഴക്ക് ഭാഗത്താണ് നിൽക്കുന്നത്. കിഴക്ക് ഭാഗത്താണ് നിൽക്കുന്നത്. ഓക്കെ, കിഴക്ക് ഭാഗത്താണ് നിൽക്കുന്നത്. അജിയുടെ വലത് കൈ ഏത് ദിശയിലേക്കാണ് നീട്ടിയിരിക്കുന്നത്? ഇടത് കൈയോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ വലത് കൈ ഏത് ഭാഗത്തേക്കാണ് നീട്ടിയിരിക്കുന്നത്? വലത് കൈ നീട്ടിയിരിക്കുന്ന ഭാഗത്തെയാണ് തെക്ക് എന്ന് പറയുന്നത്. വലത് ഭാഗമാണ് നമ്മുടെ തെക്ക് കേട്ടോ. തെക്ക് അതായത് കിഴക്ക് ഉദിക്കുന്നതിന് നമ്മൾ കറക്റ്റ് അഭിമുഖമായിട്ട് നേരെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വലത് കൈ നീട്ടിയിരിക്കുന്ന ഭാഗത്തെ തെക്കും എന്ന് പറയും. ഇടത് കൈ നീട്ടിയിരിക്കുന്നത് ഏത് ഭാഗത്തേക്കാണ്? ഇടത് കൈ നീട്ടിയിരിക്കുന്നത് ഏത് ഭാഗത്തേക്കാണ്? അപ്പോൾ വടക്കായിരിക്കും. ഇടത് കൈ നിൽക്കുന്നത് വടക്ക് ഭാഗത്തേക്കായിട്ടായിരിക്കാം. അജിയുടെ നിഴൽ ഏത് ദിശയാണ് സൂചിപ്പിക്കുന്നത്? നിഴൽ ഏത് ദിശയിലായിരിക്കും? സൂര്യൻ ഉദിക്കുന്നതിന് ഓപ്പോസിറ്റില്ലേ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും എന്തുണ്ടായിരിക്കുക? നിഴലുണ്ടായിരിക്കുക. പടിഞ്ഞാറ് ഭാഗത്താണ് നിഴലുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദിശ മനസ്സിലാക്കുന്നതിനായിട്ട് സൂര്യൻ ഉദിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് കിഴക്കാണ്. നമ്മുടെ വലത് കൈ നീട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റൈറ്റ് സൈഡിലുള്ള ഭാഗത്തെ തെക്കെന്ന് പറയും. ഇടത് സൈഡിലുള്ള ഭാഗത്തെന്ന് പറയും വടക്കെന്ന് പറയും. പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗം അല്ലെങ്കിൽ എന്താണ് നിഴലിൽ വരുന്ന ഭാഗത്തെയാണെന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത്. നിഴലിൽ വരുന്ന ഭാഗത്തെയാണെന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ തെക്കും വടക്കും പടിഞ്ഞാറ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത പിക്ചറും കൂടി നോക്കിയിട്ട് അതൊന്നും കൂടി ക്ലിയർ ചെയ്യാം അല്ലേ. ചിത്രം ബിയിൽ ഏത് ദിശയിലേക്ക് നോക്കിയിട്ടാണ് അജി നിൽക്കുന്നത്? പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ടല്ലേ. സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക് ഭാഗത്താണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് അജി നിൽക്കുന്നത്. ഏത് ഭാഗത്തായിട്ടാണ്? പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ടാണ് നിൽക്കുന്നത്. അജിയുടെ വലത് കൈ ഏത് ദിശയിലേക്കാണ് നീട്ടിയിരിക്കുന്നത്? ഏത് ദിശയിലേക്കാണ് വലത് കൈ എന്ന് പറയുന്നത്? നോക്കിയേ. പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ദിശയിലേക്കായിരിക്കും വലത് കൈ നീട്ടിയിരിക്കുന്നത്? വലത് കൈ നീട്ടിയിരിക്കുന്നത് എവിടേക്കാണ്? വടക്ക് വശത്തേക്കാണ് അല്ലേ. വടക്ക് വശത്തേക്കാണ് വലത് കൈ നീട്ടിയിരിക്കുന്നത്. ഏത് വശത്തേക്കാണ്? വടക്ക് വശത്തേക്കാണ്. വടക്ക്. ഇനി ഇടത് കൈ നീട്ടിയിരിക്കുന്നോ? തെക്ക് വശത്തേക്കാണ്. വടക്ക്. നെക്സ്റ്റ്, അജിയുടെ നിഴൽ ഏത് ദിശയാണ് സൂചിപ്പിക്കുന്നത്? പടിഞ്ഞാറ് അല്ലേ. പടിഞ്ഞാറ് ദിശയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? അജിയുടെ നിഴൽ സൂചിപ്പിക്കുന്നത് പടിഞ്ഞാറ് ദിശയാണ്. അജി നോക്കി നിൽക്കുന്നതിന് എതിരെയുള്ള ദിശ ഏതാണ്? കിഴക്കാണ് അല്ലേ. കിഴക്ക് ദിശ ഏതാണ്? എതിരെയുള്ള ദിശ എന്ന് പറയുന്നത് ഏതാണ്? കിഴക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ദിശയും മനസ്സിലാക്കുന്നത് കേട്ടോ. സൂര്യനെ അടിസ്ഥാനമാക്കി ദിശ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായേ. വടക്ക് നോക്കി യന്ത്രമാണ് ദിശ കണ്ടെത്താനായിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. മൊബൈൽ ആപ്പുകളും ദിശ കണ്ടെത്താനായിട്ട് നാം ഇന്ന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വടക്ക് നോക്കി യന്ത്രം എന്നാണ് നോക്കാം. ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. ദിശ അറിയുന്നതിന് ഉപകരണമാണ് എന്ത് പറയുന്നത്? വടക്ക് നോക്കി യന്ത്രം. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിൻ്റെ അടിസ്ഥാനം. സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയാണ് സൂചിപ്പിക്കുന്നത്. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ പണ്ട് കാലം മുതൽ തന്നെ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? തെക്ക് വടക്ക് ദിശയിലാണ് കാന്തസൂചി നിലകൊള്ളുന്നത്. അപ്പോൾ അത് നോക്കിയിട്ടാണ് പണ്ട് കാലത്ത് വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ചിട്ടാണ് ദിശ കണ്ടെത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ അതെന്ന് പറയുമ്പോൾ അപ്പോൾ സൂചിയിൽ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയ അഗ്രം എന്തായിരിക്കാം? വടക്ക് ആയിരിക്കാം. അങ്ങനെ സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിനൊക്കെ നാവികർ പണ്ട് കാലം മുതൽ തന്നെ ഉപയോഗിക്കുന്ന വടക്ക് നോക്കി യന്ത്രമാണ്.
ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഭൂപടത്തിലെ ദിശകൾ നോക്കാം. എന്താണ് ഭൂപടത്തിലെ ദിശകൾ? ഭൂപടത്തിൽ സാധാരണയായിട്ട് ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും അല്ലേ? ദിശ കാണിക്കുന്ന അടയാളം അവിടെ നൽകിയിട്ടുണ്ട്. ചുമർ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം. ചുമർ ഭൂപടങ്ങളിലാണെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്തായിട്ട് വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം. ഭൂപടത്തിൻ്റെ ചുവട് ഭാഗം എന്ന് പറയുന്നത് തെക്ക് ദിശയായിരിക്കും, വലത് ഭാഗം പടിഞ്ഞാറായിരിക്കും, ഇടത് ഭാഗം കിഴക്കായിരിക്കും. ഭൂപടത്തിൻ്റെ വടക്ക് നമ്മൾ പറഞ്ഞു അല്ലേ, മുകൾ ഭാഗം വടക്കായിരിക്കും, അടിഭാഗം എന്തായിരിക്കും? തെക്കായിരിക്കും. അതുപോലെ തന്നെ വലത് ഭാഗമാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? പടിഞ്ഞാറായിരിക്കും. അതുപോലെ തന്നെ കിഴക്ക് എന്ന് പറയുന്നത് ഇടത് ഭാഗത്തായിരിക്കും. എന്നുണ്ടായിരിക്കുക? കിഴക്കുണ്ടായിരിക്കുക. ചുമർ ചിത്രങ്ങളിലാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, സാധാരണയായി ഭൂപടങ്ങളിൽ ദിശ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ? നോർത്ത് വെസ്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, സൂചിപ്പിക്കുന്നതിനായിട്ട് കുറച്ച് ചിഹ്നങ്ങൾ നൽകിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ജസ്റ്റ് സ്കൂളിലുള്ളൊരു ആക്ടിവിറ്റി ആണ് പറയുന്നത്, അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇവിടെ കുറുകിയുള്ള രേഖകൾ, നെടുകെയുള്ള രേഖകൾ എന്നൊക്കെ പറഞ്ഞ് നൽകിയിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത് നമുക്ക് നോക്കാം. ഓരോ വരയ്ക്കും അക്ഷരവും നമ്പറും കൂടി നൽകിയാൽ ഏതൊക്കെ വരകൾക്കിടയിലാണ് വീടിൻ്റെ സ്ഥാനം എന്ന് നോക്കാനൊക്കെ പറഞ്ഞിട്ട് നമുക്കത് ആവശ്യമില്ല. തന്നിരിക്കുന്ന ഒരു ഗ്ലോബ് നൽകിയിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന ഗ്ലോബിൽ ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയ വരയുണ്ടല്ലോ, അതിന് നമ്മൾ എന്തെന്ന് പറയും? ഈ ചുവപ്പ് നിറത്തിലുള്ള രേഖയാണ് നമ്മൾ എന്ന് പറയുന്നത് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഭൂമധ്യരേഖ എന്ന് വെച്ചാൽ എന്താണ്? നടുവിൽ കൂടി വരയ്ക്കുന്ന രേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഈ രേഖ ഗ്ലോബിനെ 2 അർദ്ധഗോളങ്ങളായിട്ട് വിഭജിക്കുന്നുണ്ട്. ഈ രേഖ ഗ്ലോബിനെ 2 അർദ്ധഗോളങ്ങളായിട്ട് വിഭജിക്കുന്നുണ്ട്. ഏതാണ്? ചിത്രത്തിൽ എ എന്ന് പറയുന്നത് എന്താണ്? വടക്ക് ഭാഗമാണല്ലേ, അതിന് നമ്മൾ എന്തെന്ന് പറയാം? ഉത്തര അർദ്ധഗോളം എന്ന് പറയും. ഈ വടക്ക് ഭാഗത്ത് എന്തെന്ന് പറയും? ഉത്തര അർദ്ധഗോളം എന്ന് പറയും. തെക്ക് ഭാഗം അല്ലേ, തെക്ക് ഭാഗത്ത് നമ്മൾ എന്തെന്ന് പറയും? ബി എന്ന് പറയുന്നത് എന്താണ്? ദക്ഷിണാർദ്ധഗോളം എന്ന് പറയും. അപ്പോൾ മനസ്സിലായില്ല? അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരാർദ്ധഗോളമാണ്, അത് വടക്ക് ദിശയിലാണ്. ഇനി ബി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് താഴെ ഭാഗമാണ് അല്ലേ, അതിന് നമ്മൾ എന്ന് പറയും? ദക്ഷിണാർദ്ധഗോളം എന്നും പറയും. ഭൂമധ്യരേഖയും അതിനെ സമാന്തരമായി മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള മറ്റു രേഖകളുണ്ടല്ലോ, അതായത് ഈ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് ഇങ്ങനെ വരച്ചിരിക്കുന്ന രേഖകളുണ്ടല്ലോ, അതിനെയാണെന്ന് പറയുന്നത് സമാന്തരമായി വരച്ചിരിക്കുന്ന രേഖകളെയാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമുക്ക് കുറുകിയുള്ള ഭാഗം നോക്കാം കേട്ടോ. അക്ഷാംശ രേഖകൾക്ക് ലംബമായിട്ട് വരച്ചിരിക്കുന്നത് ഇതാണ് അക്ഷാംശ രേഖ എന്ന് പറഞ്ഞു അല്ലേ. ഇതിന് ലംബമായിട്ട് ഇങ്ങനെ വരച്ചിരിക്കുന്ന രേഖകളുണ്ടല്ലോ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത് നോക്കാം. എന്തൊക്കെയാണ് നമ്മുടെ പറഞ്ഞത് നോക്കാം. രേഖാംശ രേഖകൾ പറഞ്ഞു. രേഖാംശ രേഖകൾ എന്താണെന്ന് പറഞ്ഞു. ഭൂമിയിലെ ഒരു സ്ഥലത്തിൻ്റെ സ്ഥാന നിർണ്ണയം നടത്തുന്നത് ഈ സാങ്കല്പിക രേഖകൾ അടിസ്ഥാനമാക്കിയാണ്. അക്ഷാംശ രേഖയും രേഖാംശ രേഖയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഓരോ സ്ഥാനങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത്. അതായത് നമ്മളിവിടെ പറഞ്ഞു വന്നത് എന്താണ്? ഭൂമധ്യരേഖയും അക്ഷാംശ രേഖയും രേഖാംശ രേഖയും എന്താണെന്നാണ്. അപ്പം നമുക്ക് നോക്കാം. ഇത് വെച്ച് നമുക്ക് നോക്കാം അല്ലേ. നോക്കിയാൽ ഇതെന്ന് പറയുന്നത് ഒരു ഗ്ലോബാണ്. ഈ ഗ്ലോബിൽ നടുക്ക് ഭാഗത്ത് കൂടെ പോകുന്ന രേഖയുണ്ടല്ലോ, രേഖയാണ് എന്തെന്ന് പറയുന്നത്? ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഇതിനാണെന്ന് പറയുന്നത് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഈ ഭൂമധ്യരേഖയ്ക്ക് ഇതായിട്ട് വരയ്ക്കില്ല, സമാന്തരമായിട്ട് വരയ്ക്കുന്ന രേഖകളിൽ, ഇങ്ങനെ വരയ്ക്കുന്ന രേഖകളിൽ ഇതിനെയാണെന്ന് പറയുന്നത് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്ഷാംശ രേഖകൾ. സമാന്തരമായിട്ട് വരയ്ക്കുന്ന രേഖകളെയാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഇനി ഈ അക്ഷാംശ രേഖകൾക്കും ലംബമായിട്ട് വരയ്ക്കുന്ന രേഖകൾ ഉണ്ടായിരിക്കുമല്ലോ. അക്ഷാംശ രേഖകൾക്ക് ലംബമായിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന രേഖകളുണ്ടല്ലോ, ഇങ്ങനെ വരയ്ക്കുന്ന രേഖകളെയാണ് എന്തെന്ന് പറയുന്നത്? രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ അല്ലേ. അതായത് നടുക്ക് വരയ്ക്കുന്ന രേഖ ഭൂമധ്യരേഖയാണ്, അതിന് സമാന്തരമായി വരയ്ക്കുന്ന രേഖ അക്ഷാംശ രേഖയും കുറുകെ വരയ്ക്കുന്ന ലംബമായിട്ട് വരയ്ക്കുന്ന രേഖയെ രേഖാംശ രേഖകൾ എന്നാണ് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ സ്ഥാനവും കണക്കാക്കുന്നത്. ഈ ഒരു ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
ഇനി ഗ്ലോബും ഭൂപടവും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലേ, ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ച് ചേർത്താലാണത് ഭൂപടമായിട്ട് മാറുക. അതായത് ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഭാഗത്ത് നമ്മൾ എന്തെന്ന് പറയും, ഗ്ലോബ് എന്ന് പറയും. അതല്ലാതെ ജസ്റ്റ് പരന്ന ഒരു ഷീറ്റിലേക്ക് വരയ്ക്കില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ന് പറയാം ഭൂപടമായിട്ട് മാറും. അപ്പം നമ്മൾ ഗ്ലോബ് നോക്കിയാൽ ഗ്ലോബ് എന്ന് പറയുന്നത് ഒരു ഗോളമായിട്ടാണ് വരച്ചിരിക്കുന്നത്. അതിന് നമ്മൾ ജസ്റ്റ് പരന്ന പോലെ ആക്കിയപ്പോൾ അതിനെന്തായിട്ട് മാറി, ഭൂപടമായിട്ട് മാറി. നമുക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടമൊക്കെ നൽകിയിട്ടുണ്ടല്ലേ ഇവിടെ. അപ്പോൾ ഈ ഭൂപടത്തിൽ നമുക്ക് ഈ ഭൂപടത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ നമുക്ക് ഈ പിക്ചറിൽ എന്തൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് നമുക്ക് നോക്കാം. പിക്ചറിൽ നമുക്ക് എ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ. ഈ എ എന്ന് പറയുന്ന ഭാഗം എന്താണ്, ഈ എ എന്ന് പറയുന്നത് തലക്കെട്ടാണ് അല്ലേ നൽകിയിരിക്കുന്നത്. എ എന്ന് പറയുന്ന ഭാഗം എന്താണ്, തലക്കെട്ടാണ്. ഇനി ബി എന്ന് പറയുന്ന ഭാഗം ഏതാണ്, ഇത് നമുക്ക് എന്താണ്, ദിശയാണ് അല്ലേ. ഇതെന്ന് പറയുന്നത് തലക്കെട്ടാണ്, നമുക്കറിയാം. എന്നാലും ഞാൻ പറയാണ്, തലക്കെട്ടാണ്. എ എന്ന് പറയുന്നത് തലക്കെട്ടാണ്. ഓക്കെ, ഈ ബി എന്ന് പറയുന്നത് എന്താണ്, ദിശയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ദിശയാണ് ബി എന്ന് പറയുന്നത്. ഇനി സി നൽകിയിട്ടുണ്ടല്ലോ, സി എന്ന് പറയുന്ന ഒരു ഭാഗം നൽകിയിട്ടുണ്ട്. അതെന്താണ്, സി എന്ന് പറയുന്നത് എന്താണ്, സൂചികയാണ്. സി പറയുന്നത് എന്താണ്, സൂചിക എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് എല്ലാ ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടിയില്ലേ, സംസ്ഥാന അതിർത്തിയാണ് ഡോട്ട് ഇട്ട് വരയ്ക്കുന്നത്. ഇങ്ങനെ വരയ്ക്കുന്നത് ജില്ലാ അതിർത്തിയാണ്, സ്റ്റാർ ഇട്ട് വരയ്ക്കുന്നത് തലസ്ഥാനമാണ്. അങ്ങനെ കറക്റ്റ് നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെയാണെന്ന് പറയുന്നത് സൂചിക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭൂപടത്തിൽ ഉണ്ടായിരിക്കേണ്ട ആവശ്യ ഘടകങ്ങളെയാണ് ഇവ കാണിക്കുന്നത്. ഇവ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഭൂപടങ്ങൾ വായിക്കുന്നത്. ഭൂപടത്തിൻ്റെ മുകൾ ഭാഗത്താണ് പൊതുവെ തലക്കെട്ട് നൽകുന്നത്. നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, തലക്കെട്ട് നൽകുന്നത് എവിടെയാണ്, ഭൂപടത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് നൽകിയിരിക്കുന്നത്, തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഭൂപടത്തിൻ്റെ ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നതാണ് തലക്കെട്ട്. നൽകിയിരിക്കുന്ന ഭൂപടത്തിൽ തലക്കെട്ട് എന്നാണ്, കേരളം രാഷ്ട്രീയ ഭൂപടം എന്നാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, ദിശ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. ദിശ വെച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലേ, ഓരോ ഭാഗങ്ങളെയും മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് സൂചിക എന്ന് പറഞ്ഞാൽ സംസ്ഥാന അതിർത്തി, ജില്ലാ അതിർത്തി, തലസ്ഥാനം, ജില്ലാ ആസ്ഥാനമൊക്കെ നൽകിയിട്ടുള്ളത് ഈ സൂചികയിലാണ്. ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് എന്താണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. കാർട്ടോഗ്രഫി എന്ന് വെച്ചാൽ എന്താണ്, കാർട്ടോഗ്രഫി ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ എന്നാണ് അറിയപ്പെടുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ എന്നും ഈ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയെ നമ്മൾ ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രഫി എന്നും അറിയപ്പെടുന്നു. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി കേരളത്തിൻ്റെ തെക്കേയറ്റത്തുള്ള ജില്ല ഏതാണ്, കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ ജില്ല എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഭൂപടം വെച്ച് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും നമുക്ക് അറിയേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യമായി കാരണമാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. കേരളത്തിൻ്റെ തെക്കേയറ്റത്തുള്ള ജില്ല എന്ന് പറയുന്നത് നമുക്കറിയാം തിരുവനന്തപുരമാണ്. കേരളത്തിൻ്റെ തെക്കേയറ്റത്തുള്ള ജില്ല എന്ന് പറയുന്നത് ഏതാണ്, തിരുവനന്തപുരമാണ്. ഓക്കെ, കേരളത്തിൻ്റെ വടക്കേയറ്റത്തുള്ള ജില്ല ഏതാണ്, കാസർഗോഡാണ്. നമുക്ക് ഈ പിക്ചർ നോക്കി വേണമെന്നുണ്ടെങ്കിൽ പറയാം അല്ലേ. നോക്കിയേ, ഇവിടെ പിക്ചർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തെക്കേയറ്റത്തുള്ള ജില്ല എന്ന് പറയുന്നത് ഏതാണ്, തിരുവനന്തപുരമാണ്. കേരളത്തിൻ്റെ തെക്കേയറ്റത്തുള്ള ജില്ല. വടക്കേയറ്റത്തുള്ള ജില്ല ഏതാണ്, കാസർഗോഡാണ്. ഇനി നമുക്ക് ഇവിടെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന കേരള ഫാക്ടിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാണെന്നുള്ളത്. ഏതാണ്, കർണാടകയുമായിട്ടും തമിഴ്നാടുമായിട്ടും അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട് കേട്ടോ. അപ്പോൾ വയനാട് പഠിച്ചു വയ്ക്കുക. വയനാടാണ് രണ്ട് ജില്ലകളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഠിച്ചു വെക്കേണ്ടത് ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ ഏതാണ്, ചോദിച്ചിട്ടുണ്ട്. ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് കേട്ടോ. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് എന്ത് ഒഴുകുന്നത്, ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ എന്ന് പറയുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. അതുപോലെ തന്നെ ചോദിക്കാവുന്ന ഒരു കാര്യം, പിന്നെ ഇതിൽ ചോദിച്ചിട്ടുള്ളതാണോ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള റെയിൽപാതയുടെ ദിശ ചോദിച്ചിട്ടുണ്ട്. റെയിൽപാതയുടെ ദിശ എന്ന് പറയുന്നത് ഇതാണ്, നമുക്കറിയാലേ. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ വടക്ക് നിന്ന് എങ്ങോട്ടായിരിക്കാം, തെക്കോട്ടായിരിക്കാം. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, തമിഴ്നാട്, കർണാടകയാണ് കേരളത്തിൻ്റെ
കേരളത്തിലെ അയൽ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ വടക്കേതിലുള്ള ജില്ല ഏതാണെന്ന് പറഞ്ഞു, നമ്മൾ കാസർഗോഡാന്ന് പറഞ്ഞു. 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ല വയനാടാണെന്ന് പറഞ്ഞു. വയനാടാണെന്ന് പറഞ്ഞു അല്ലേ, വയനാടാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഭാരതപ്പുഴയുടെ ദിശ കിഴക്ക് പടിഞ്ഞാറോട്ടാണെന്ന് പറഞ്ഞു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള റെയിൽ പാതയുടെ ദിശ എന്ന് പറയുന്നത് വടക്ക് നിന്ന് തെക്കോട്ടാണ്. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും അതുപോലെ തന്നെ തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകയും. ക്ലിയർ ആയല്ലോ. അപ്പോൾ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഭൂപടവാരിയുടെ അടിസ്ഥാന ആശയങ്ങൾ നമ്മൾ പരിചയപ്പെട്ടില്ലേ. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. എന്താണ്, ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. ഈ നമ്മുടെ പിന്നെ നെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ടല്ലോ, ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണല്ലോ കേരളം. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? എത്ര സംസ്ഥാനങ്ങളുണ്ട്? 28 സംസ്ഥാനങ്ങളിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത്. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് നോക്കി പോകാം. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാണ്? ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാണ്? അതിനു മുമ്പ് നമുക്ക് ഓരോ സംസ്ഥാനത്തിൻ്റെയും എന്താണ് തലസ്ഥാനങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഓരോ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതിയല്ലോ അല്ലേ. അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലേ. ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു പോകണോ? ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു പോവാം. ഓക്കെ, നമുക്ക് ഓരോ സംസ്ഥാനത്തിനും നമുക്ക് കഴിഞ്ഞ LDC പേപ്പറിൽ ഉണ്ടായിരുന്നു അല്ലേ. ഏതിനെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ ഇതുപോലെ തലസ്ഥാനം ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിട്ടത് പൂരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അതുപോലെ തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം ഏതാണ്? ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം ക്ലിയർ ആവണില്ലേ? ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് അമരാവതിയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? അമരാവതി പഠിച്ചു വെക്കാട്ടോ. അമരാവതിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? അമരാവതിയാണ്. നെക്സ്റ്റ് അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ ആണ് അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റാനഗർ ആണ് അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം. ഇറ്റാനഗർ. ആന്ധ്രാപ്രദേശിൻ്റെ അമരാവതി, അരുണാചൽ പ്രദേശിൻ്റെ ഇറ്റാനഗർ. ഇനി അസ്സാമിൻ്റെ ഏതാണ്? അസ്സാമിൻ്റെ ദിസ്പൂരാണ് കേട്ടോ. ദിസ്പൂരാണ്. അസ്സാമിൻ്റെ ഏതാണ്? ദിസ്പൂരാണ്. ദിസ്പൂർ അതുമേ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് ക്ലിയർ ആവുമോ എന്നറിയില്ല. അതൊക്കെ അറിയാൻ കൂടി ആക്കി തരണം കേട്ടോ. അസ്സാമിൻ്റെ തലസ്ഥാനം ഏതാണ്? ദിസ്പൂരാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ബീഹാറിൻ്റെ തലസ്ഥാനം. ബീഹാറിൻ്റെ ഏതാണ്? പാറ്റ്നയാണ് അല്ലേ. ബീഹാറിൻ്റെ പാറ്റ്നയാണ് തലസ്ഥാനം എന്ന് പറയുന്നത്. ബീഹാറിൻ്റെ പാറ്റ്നയാണ്. നെക്സ്റ്റ് ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനം റായ്പൂരാണ് കേട്ടോ. റായ്പൂരാണ് ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? റായ്പൂരാണ്. അവിടെ റെഡ് കളറിൽ നൽകിയിട്ടില്ലേ, ഈ റെഡ് കുത്തിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, റായ്പൂർ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനം റായ്പൂരാണ്. ഇനി ഗോവയുടെ തലസ്ഥാനം എവിടെയാണ്? ഗോവയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് പനാജിയാണ് കേട്ടോ. ഗോവയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? പനാജിയാണ് ഗോവയുടെ തലസ്ഥാനം. നെക്സ്റ്റ് ഗുജറാത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? ഗുജറാത്ത് വരുന്നത് എവിടെയാണ് അല്ലേ? ഗുജറാത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഗാന്ധിനഗറാണ്. ഗുജറാത്തിൻ്റെ തലസ്ഥാനം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഗാന്ധിനഗറാണ് ഗുജറാത്തിൻ്റെ തലസ്ഥാനം. ഏതാണ്? ഗാന്ധിനഗറാണ് ഗുജറാത്തിൻ്റെ തലസ്ഥാനം. നെക്സ്റ്റ് ഹരിയാനയുടെ തലസ്ഥാനം. ഹരിയാനയുടെ തലസ്ഥാനം ഏതാണ്? ഹരിയാനയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ചണ്ഡീഗഡ് ആണ്. ഹരിയാനയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ചണ്ഡീഗഡ്. ഹരിയാനയുടെയും പഞ്ചാബിൻ്റെയും തലസ്ഥാനം ചണ്ഡീഗഡ് ആണോ. ഹരിയാനയുടെയും പഞ്ചാബിൻ്റെയും തലസ്ഥാനം എന്താണ്? ചണ്ഡീഗഡ്. ഓക്കെ, നെക്സ്റ്റ് ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഷിംലയാണ്. ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഷിംലയാണ്. ഹിമാചൽ പ്രദേശ് ഷിംല. ജാർഖണ്ഡിൻ്റെ ഏതാണ്? റാഞ്ചിയാണ്. ജാർഖണ്ഡിൻ്റെ എന്താണ്? റാഞ്ചിയാണ് ജാർഖണ്ഡിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് റാഞ്ചിയാണ്. കർണാടകയുടെ ബാംഗ്ലൂരാണ്. കർണാടക എന്താണ്? ബാംഗ്ലൂർ കേട്ടോ. കർണാടകയുടെ ഏതാണ്? ബാംഗ്ലൂരാണ് കർണാടകയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ബാംഗ്ലൂരാണ്. നെക്സ്റ്റ് കേരളത്തിന് നമുക്കറിയാമല്ലേ, കേരളത്തിൻ്റെ തിരുവനന്തപുരമാണ്. കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരമാണ്. നെക്സ്റ്റ് മധ്യപ്രദേശിൻ്റെ ഏതാണ്? മധ്യപ്രദേശിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഭോപ്പാലാണ്. ഭോപ്പാലാണ് മധ്യപ്രദേശിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ഭോപ്പാലാണ്. നെക്സ്റ്റ്
മണിപ്പൂരിൻ്റെ തലസ്ഥാനം ഏതാണ്? ഇംഫാലാണ്. മണിപ്പൂരിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ഇംഫാലാണ് മണിപ്പൂരിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഇംഫാലാണ്. മഹാരാഷ്ട്രയുടെ പറഞ്ഞോ? ഇല്ല അല്ലേ. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയാണ്. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? മുംബൈയാണ് മഹാരാഷ്ട്രയുടെ തലസ്ഥാനം. മണിപ്പൂരിന് ഇംഫാൽ പറഞ്ഞു അല്ലേ. ഇനി മേഘാലയയുടെ നമ്മൾ എന്താണ് പറഞ്ഞത്? മേഘാലയയുടെ ഷില്ലോങ് ആണ് കേട്ടോ. മേഘാലയയുടെ ഏതാണ്? ഷില്ലോങ് എന്ന് പറയുന്നതാണ് മേഘാലയയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഷില്ലോങ് ആണ്. മിസോറാമിൻ്റെ ഐസ്വാൾ ആണ്. മിസോറാമിൻ്റെ എന്താണ്? ഐസ്വാൾ ആണ് മിസോറാമിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഐസ്വാൾ ആണ്. നാഗാലാൻഡിൻ്റെ കൊഹിമയാണ്. നാഗാലാൻഡിൻ്റെ എന്താണ്? നാഗാലാൻഡിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? കൊഹിമയാണ്. നാഗാലാൻഡിൻ്റെ തലസ്ഥാനം കൊഹിമയാണ്. ഒഡീഷയുടെ ഭുവനേശ്വർ ആണ്. എവിടെയാണ് ഒഡീഷ വരുന്നത്? എവിടെയാണ്? ഇവിടെയാണ് അല്ലേ. ഭുവനേശ്വർ. ഒഡീഷയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ് ഭുവനേശ്വറാണ് ഒഡീഷയുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. പഞ്ചാബിൻ്റെ തലസ്ഥാനം നമ്മൾ പറഞ്ഞു അല്ലേ, ചണ്ഡീഗഡ് ആണെന്ന് പറഞ്ഞു. രാജസ്ഥാൻ ഏതാണ്? രാജസ്ഥാൻ ജയ്പൂരാണ്. രാജസ്ഥാൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ജയ്പൂരാണ് രാജസ്ഥാൻ്റെ തലസ്ഥാനം. സിക്കിമിൻ്റെ ഏതാണ്? എവിടെയാണ് സിക്കിം വരുന്നത്? ഇവിടെയാണല്ലേ സിക്കിം വരുന്നത്. ഗാങ്ടോക്ക് ആണ് സിക്കിമിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഗാങ്ടോക്ക് ആണ് സിക്കിമിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഗാങ്ടോക്ക് ആണ്. ഇനി തമിഴ്നാടിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ചെന്നൈയാണ്. തമിഴ്നാടിൻ്റെ തലസ്ഥാനം ഏതാണ്? ചെന്നൈയാണ് തമിഴ്നാടിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ചെന്നൈയാണ് തമിഴ്നാടിൻ്റെ തലസ്ഥാനം. തെലങ്കാന ഹൈദരാബാദ് കേട്ടോ. തെലങ്കാനയുടെ ഏതാണ്? ഹൈദരാബാദാണ്. തെലങ്കാനയുടെ ഹൈദരാബാദാണ് തെലങ്കാനയുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഹൈദരാബാദ്. ത്രിപുരയുടെ അഗർത്തലയാണ്. ത്രിപുര എവിടെയാണ് വരുന്നത്? എവിടെയാണ് വരുന്നത്? അഗർത്തല കേട്ടോ. ത്രിപുരയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ് അഗർത്തലയാണ് ത്രിപുരയുടെ തലസ്ഥാനം. ത്രിപുരയുടെ പഠിച്ചു വെക്കാം കേട്ടോ. ത്രിപുര അഗർത്തലയാണ്. ഉത്തർപ്രദേശിൻ്റെ ലക്നൗ ആണ്. ഉത്തർപ്രദേശിനെ പറയുന്നത് എന്താണ്? ലക്നൗ ആണ് ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ലക്നൗ ആണ്. ഉത്തരാഖണ്ഡിന് എവിടെയാണ് വരുന്നത്? ഇവിടെയാണല്ലോ ഉത്തരാഖണ്ഡ് വരുന്നത്. ഡെറാഡൂൺ ആണ് ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ഡെറാഡൂൺ ആണ് ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം. പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനം ഏതാണ്? കൊൽക്കത്ത. ക്ലിയർ ആയല്ലോ. ഇത് പഠിക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം നമുക്ക് ഒന്നും കൂടി നോക്കാം. ഒന്നും കൂടി പറയാണ് ശ്രദ്ധിച്ചിരിക്കുക. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം അമരാവതി. അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ. അസം ദിസ്പൂർ. ബീഹാർ പാറ്റ്ന. ഛത്തീസ്ഗഡ് റായ്പൂർ. ഗോവ പനാജി. ഇനി ഗുജറാത്ത് ഗാന്ധിനഗർ. പഞ്ചാബ് ഹരിയാന ചണ്ഡീഗഡ്. ഹിമാചൽ പ്രദേശ് ഷിംല. ജാർഖണ്ഡ് റാഞ്ചി. കർണാടക ബാംഗ്ലൂർ. കേരളം തിരുവനന്തപുരം. മധ്യപ്രദേശ് ഭോപ്പാൽ. മഹാരാഷ്ട്ര മുംബൈ. മണിപ്പൂർ ഇംഫാൽ. മേഘാലയ ഷില്ലോങ്. മിസോറാം ഐസ്വാൾ. നാഗാലാൻഡ് കൊഹിമ. ഒഡീഷ ഭുവനേശ്വർ. പഞ്ചാബ് ചണ്ഡീഗഡ്. രാജസ്ഥാൻ ജയ്പൂർ. സിക്കിം ഗാങ്ടോക്ക്. തമിഴ്നാട് ചെന്നൈ. തെലങ്കാന ഹൈദരാബാദ്. ത്രിപുര അഗർത്തല. ഉത്തർപ്രദേശ് ലക്നൗ. ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ. പശ്ചിമ ബംഗാൾ കൊൽക്കത്ത. ക്ലിയർ ആയല്ലോ അല്ലേ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എന്താണ് പറയുന്നത്? തലസ്ഥാനങ്ങളാണല്ലേ നമ്മൾ പറഞ്ഞത്. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഏതൊക്കെയാണെന്ന് അറിയാമോ?
നോക്കണോ? കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഒക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ആണല്ലേ ആൻഡമാൻ നിക്കോബർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. അതിൻ്റെ ആൻഡമാൻ നിക്കോബർ ദ്വീപുകളുടെ തലസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? പോർട്ട് ബ്ലെയർ ആണ്. പോർട്ട് ബ്ലെയർ ഇവിടെ നമുക്ക് പിക്ചറിൽ നൽകിയിട്ടുണ്ട് കേട്ടോ. പോർട്ട് ബ്ലെയർ ആണ് ആൻഡമാൻ നിക്കോബറിൻ്റെ പോർട്ട് ബ്ലെയർ ആണ് എന്ത് പറയുന്നത്? ആൻഡമാൻ നിക്കോബറിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പോർട്ട് ബ്ലെയർ ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെയാണ് നമ്മൾ ആൻഡമാൻ നിക്കോബർ ആണ്. രണ്ടാമത്തേത് ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡ് നമ്മൾ പറഞ്ഞു, ചണ്ഡീഗഡ് തന്നെ ഒരു തലസ്ഥാനമായി ഇരിക്കുന്ന കാരണം രണ്ടാമത് ചണ്ഡീഗഡ് എന്ന് പറയുന്ന ഒരു തലസ്ഥാനം തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയുവിൻ്റെ ദാമനാണ് കേട്ടോ. എന്താണ് പറഞ്ഞത്? ദാദ്ര നഗർ ഹവേലിയും അതുപോലെ തന്നെ ദാമൻ ദിയൂരും എന്നാണ്? ദാമൻ തന്നെയാണ്. മൂന്നാമത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് നമ്മൾ പറഞ്ഞത് ദാമനാണ്. ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയൂവിൻ്റെയും ദാമനാണ്. ഓക്കെ, അത് രണ്ടും കൂടി ഒരുമിച്ച് സംയോജിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ലക്ഷദ്വീപിൻ്റെ ഏതാണ്? ലക്ഷദ്വീപിൻ്റെ ഏതാണ്? കവരത്തിയാണ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? കവരത്തിയാണ്. കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കവരത്തിയാണ്. പിന്നെ ഡൽഹിയുടെ ഏതാണ്? ന്യൂഡൽഹി തന്നെയാണ്. ഡൽഹിയുടെ ന്യൂഡൽഹിയാണ്. നെക്സ്റ്റ് ആറാമത്തേത് പുതുച്ചേരിയുടെ ഏതാണ്? പുതുച്ചേരി തന്നെയാണ്. പുതുച്ചേരി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് തന്നെയാണ് പുതുച്ചേരി എന്ന് തന്നെയാണ്. നെക്സ്റ്റ് ജമ്മു കാശ്മീർ ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമാണ്. ജമ്മു കാശ്മീരിൻ്റെ ശ്രീനഗറാണ് ജമ്മു കാശ്മീരിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ശ്രീനഗറാണ്. ഇനി ലഡാക്കിനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ലഡാക്കിൻ്റെ ലേയാണ്. അപ്പോൾ ഇതാണ് 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ആൻഡമാൻ നിക്കോബർ ദ്വീപിൻ്റെ പോർട്ട് ബ്ലെയർ, ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയു ദാമൻ, ലക്ഷദ്വീപ് കവരത്തി, ന്യൂഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ ശ്രീനഗർ വേനൽക്കാല തലസ്ഥാനമാണ് കേട്ടോ. ശീതകാല തലസ്ഥാനം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ജമ്മു ആണ് ശീതകാല തലസ്ഥാനം. ലഡാക്ക് അല്ലേ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാണ്? ബംഗാൾ ഉൾക്കടലാണല്ലേ. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ബംഗാൾ ഉൾക്കടലാണ്. പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ ഏതാണ്? അറബിക്കടലാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ന്യൂഡൽഹിയാണ്. ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ന്യൂഡൽഹിയാണ്. ഇന്ത്യയുടെ വടക്കു ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഏറ്റവും മുകളിലുള്ള ഏതാണ്? നമുക്ക് കണ്ടു അല്ലേ, അത് ലഡാക്ക് കണ്ടു അല്ലേ. ലഡാക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വടക്കു ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം. ഇനി അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? കിഴക്ക് ഭാഗത്താണല്ലേ. നമ്മൾ കണ്ടു കിഴക്ക് ഭാഗത്തായിട്ടാണ് അരുണാചൽ പ്രദേശ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് ഭാഗത്തായിട്ടാണ്. ഇനി ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു അയൽ രാജ്യം ഏതാണ്? അയൽ രാജ്യം ചോദിക്കുകയാണെങ്കിൽ ശ്രീലങ്കയാണ് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള അയൽ രാജ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ശ്രീലങ്കയാണ്. ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏറ്റവും അടിയിൽ നമുക്ക് കാണുന്നത് എന്താണ്? ആൻഡമാൻ നിക്കോബർ ആണ് ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത്. ആൻഡമാൻ നിക്കോബർ ആണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലദ്വീപ് എന്നിവയൊക്കെ എന്താണ്? ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലദ്വീപ്. ക്ലിയർ ആയല്ലോ അല്ലേ. ഓക്കെ, ഇനി ഇവിടെ ഉത്തർപ്രദേശിനെ കുറിച്ച് പറയുന്നുണ്ട്. ജസ്റ്റ് വായിച്ച് നോക്കാം. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ അതിർത്തിയിൽ ഒരു രാജ്യമുണ്ട്, അതാണ് നേപ്പാൾ എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിൻ്റെ അതിർത്തിയിലാണ് നേപ്പാൾ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഇന്ത്യയിൽ 8 സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടി ഞാൻ പങ്കിടുന്നുണ്ട്. അപ്പോൾ ഉത്തർപ്രദേശ് 8 സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടി പങ്കിടുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശാണ്. കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണമെന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഉത്തർപ്രദേശാണ്. എൻ്റെ നാട്ടിലെ നൃത്തകല കഥകാണ്. അപ്പോൾ കഥകാണ് ഉത്തർപ്രദേശിലെ നൃത്തകല എന്ന് പറയുന്നത് കഥകാണ്. എൻ്റെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണ്? കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹാബാദ് മുതലായവയ്ക്കാണ്. എന്നിവയ്ക്കാണ് എന്തിൻ്റെ പ്രധാന നഗരങ്ങൾ എന്ന് പറയുന്നത്? ഉത്തർപ്രദേശിൻ്റെ പ്രധാന നഗരങ്ങൾ എന്ന് പറയുന്നത്. അശോക സ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരനാഥ് എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
ഉത്തർപ്രദേശിലാണ് അശോകസ്തംഭത്തിൽ സാരനാഥാണുള്ളത്. അത് ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഉത്തർപ്രദേശിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്തൊക്കെയാണ്? വടക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അയൽ രാജ്യമാണ് നേപ്പാൾ. 8 സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണമെന്ന് അറിയപ്പെടുന്നു. നൃത്തകല കഥകാണ്. ഏറ്റവും കൂടുതൽ പ്രധാന നഗരങ്ങൾ എന്ന് പറയുന്നത് കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹാബാദ് എന്നിവയാണ്. അശോകസ്തംഭത്തിലെ ശ്രദ്ധേയമായ സാരനാഥ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് വാസ്കോ ഡ ഗാമയെ കുറിച്ച് പറയുന്നുണ്ട്. പോർച്ചുഗലിൽ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലുകളായി 170 പേരടങ്ങുന്ന നാവികാ സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോ ഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു. കാറ്റിൻ്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട് സഞ്ചരിച്ച് മാലദ്വീപ് തുറമുഖത്തെത്തി. അവിടുത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20-ന് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോ ഡ ഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം നേടി. അപ്പോൾ 1498 മെയ് 20-നാണ് അദ്ദേഹം വാസ്കോ ഡ ഗാമ കാലുകുത്തുന്നും കൂടി പഠിച്ചിരിക്കുക. എവിടെയാണ്? കാപ്പാടുള്ള കോഴിക്കോടുള്ള കാപ്പാടത്താണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്കറിയാമല്ലേ കുറേ സമുദ്രങ്ങളുണ്ട് അല്ലേ? നമുക്ക് നമ്മുടെ ഈ പിക്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമുദ്രങ്ങളുണ്ട്. ഏതൊക്കെ സമുദ്രങ്ങളാണുള്ളത്? പസഫിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രമൊക്കെ ഉണ്ട് അല്ലേ? ഇന്ത്യൻ സമുദ്രം, പസഫിക് സമുദ്രമൊക്കെ നമ്മൾ കാണപ്പെടുന്നുണ്ട്. ഈ സമുദ്രങ്ങളെല്ലാം എവിടെയാണ്? പരസ്പരം ചേർന്നാണല്ലേ കിടക്കുന്നത്. എല്ലാം കൂടി ഒരു ഭാഗമായിട്ടാണ് കിടക്കുന്നത്. വൻകരകൾ അഥവാ ഭൂഖണ്ഡങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? വൻകരകൾ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഈ സമുദ്രങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന കരഭാഗങ്ങളുണ്ടല്ലോ, ഈ സമുദ്രങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഈ കരഭാഗങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. ഇത് ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക എന്നൊക്കെ പറയുന്നത് എന്താണ്? ഓസ്ട്രേലിയ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ കരഭാഗത്തിലെ ഈ കടലിനിടയിൽ കാണപ്പെടുന്ന കരഭാഗമാണ്. അപ്പോൾ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക എന്നൊക്കെ പറയുന്നത്. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ്? ഏഷ്യയുടെ ആണല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. ഏഷ്യയുടെ ഭാഗമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. ഏതാണ്? ഏഷ്യയാണ്. ഭൂരിഭാഗം ഭൂഖണ്ഡങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക എന്നിവയൊക്കെ എന്താണ്? പൂർണ്ണമായിട്ടും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡങ്ങളാണ്. അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക. അന്റാർട്ടിക്ക അവിടെ നമുക്ക് പിക്ചറിൽ നൽകിയിട്ടുണ്ട് അല്ലേ? അന്റാർട്ടിക്ക എന്ന് പറയുന്നത് എവിടെയാണ് നൽകിയിരിക്കുന്നത്? എവിടെയാണ് അന്റാർട്ടിക്ക? അതുപോലെ തന്നെ എന്താണ്? ഓസ്ട്രേലിയ എന്ന് പറയുന്നത് നോക്കി ഫുള്ളും സമുദ്രമാണല്ലേ? ഓസ്ട്രേലിയയുടെ ഫുള്ള് സമുദ്രമാണ്. അതുപോലെ തന്നെ വടക്കേ അമേരിക്കയുടെ ഫുള്ള് സമുദ്രമാണ്. ആഫ്രിക്കയുടെയും എന്താണ്? വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്കയുടെയും ഫുള്ള് ചുറ്റും സമുദ്രമാണ്. ആഫ്രിക്കയുടെയും ചുറ്റും സമുദ്രമാണ്. അതുപോലെ തന്നെ എന്താണ്? അന്റാർട്ടിക്കയുടെയും ചുറ്റും സമുദ്രമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ അന്റാർട്ടിക്ക വരുന്നുണ്ട് അല്ലേ? ക്ലിയർ ആയല്ലോ അല്ലേ? ഇങ്ങനൊരു വർക്ക്ഷീറ്റ് നൽകിയിട്ടുണ്ട്, നമുക്കത് നോക്കാം. അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്നത് അവിടെ നോക്കിയേ. നമുക്ക് ഈ പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രം ഇവിടെ ആയിട്ടാണ് വരുന്നത് അല്ലേ? അറ്റ്ലാന്റിക് സമുദ്രം. ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് ഏതൊക്കെയാണ്? വടക്കേ അമേരിക്കയുണ്ട്. അതുപോലെ തന്നെ എന്താണ്? തെക്കേ അമേരിക്കയുണ്ട്. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്കയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഏത് ഭാഗത്ത്? പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഭൂഖണ്ഡം. ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് അല്ലേ? ഇന്ത്യൻ സമുദ്രം എവിടെയാണ് വരുന്നത്? അതിന് കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഓസ്ട്രേലിയയാണ് അല്ലേ? ഓസ്ട്രേലിയയാണ്. ഇനി ഇതിൽ ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യയാണ്. ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏഷ്യയാണ്. അതുപോലെ തന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ സമുദ്രത്തിനും അതുപോലെ തന്നെ ഇന്ത്യൻ സമുദ്രത്തിനും ഇടയിൽ കാണപ്പെടുന്ന ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ സമുദ്രത്തിനും ഇടയിൽ കാണപ്പെടുന്നത് ഏതാണ്? ആഫ്രിക്കയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ?
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ജനജീവിതത്തിൽ ഭൂപടങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഭൂമിശാസ്ത്ര പഠനം, പ്രതിരോധം, വിനോദസഞ്ചാരം, ഭരണനിർവഹണം, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ വ്യത്യസ്ത തരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും മറ്റു അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരന്തമുഖത്ത് വേഗത്തിൽ എത്തിച്ചേരുവാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ഭൂപടങ്ങളുടെ റൂട്ട് മാപ്പുകളൊക്കെ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് പറയുന്നത്. നിത്യജീവിതത്തിൽ ഭൂപട വായനയിലൂടെ കടന്നു പോകേണ്ട സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമ്മുടെ ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാം. നമുക്ക് ഈ ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കാം.